ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മുട്ട ബിരിയാണിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് കൈമ റൈസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. റൈസ് ഒന്ന് 2-3 വെള്ളം കഴുകി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്തെടുക്കാം. കുതിർത്തതിന് ശേഷം അതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് വറുത്ത് അതൊന്ന് കോരി മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ആ ഓയിൽ തന്നെ ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആ എണ്ണയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്ത് അതും നമുക്ക് കോരി മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തേച്ച് നല്ലവണ്ണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് പോണം. 3 പച്ചമുളക് നെടുകെ കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 തണ്ട് മല്ലിയില ചെറുതായി നുറുക്കിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തേച്ച് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് അരപ്പൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നമുക്ക് അരപ്പൊക്കെ ഒന്ന് തിളച്ച് കുറുകി വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അരപ്പൊക്കെ ഒന്ന് മുട്ടയിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്ക് ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മസാലക്കൂട്ടുകളായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം ഇവയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനിവിടെ രമ്പ ഇല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രമ്പ ഇല നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ തരുന്നുണ്ട്. അതിനുശേഷം നേരത്തെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന കൈമ റൈസ് കൂടി ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. കൈമ റൈസ് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടേച്ച് ഒന്ന് ഇളക്കി നമുക്കൊരു 10-15 മിനിറ്റോളം ഇതൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ കറക്റ്റ് വേവിനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് റൈസ് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് ഒന്ന് നിരത്തി
സെറ്റാക്കി വെക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഗ്രേവിയൊക്കെ എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കോരി മാറ്റി വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. റൈസ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ വശത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണത്തിനായിട്ട് 1/4 സ്പൂൺ ഗരം മസാല പൊടി കൂടി തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ആവി വരുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ വയ്ക്കാം. ആവി വന്നതിന് ശേഷം അടപ്പൊന്ന് മാറ്റി ഒന്ന് മെല്ലെ ഇളക്കിയെടുത്താൽ നമ്മുടെ മുട്ട ബിരിയാണി തയ്യാറായി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മുട്ട ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.